നെപ്പോട്ടിസം കൊടികുത്തി വാഴുന്ന ടോളിവുഡ് ഇൻഡസ്ട്രി പോയിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വിജയ് ദേവരക്കൊണ്ടയുടെ ഈ ഒരു യാത്ര അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ചുരുക്കം ചില സിനിമകൾ കൊണ്ട് തന്നെ കേരളത്തിൽ പോലും അദ്ദേഹം ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ഒരു 2019 കാലഘട്ടത്തിനൊക്കെ ശേഷം പുള്ളിക്കാരൻ ചെയ്ത മിക്ക സിനിമകളും ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നു. ഇന്ന് റിലീസായ കിങ്ഡം എന്ന സിനിമയിലൂടെ പുള്ളിക്കാരൻ തിരിച്ചു വരുമില്ല എന്ന കാര്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. എന്തായാലും ആ ഒരു വിജയ് ദേവരക്കൊണ്ടയുടെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പൊ സമയം ഉണ്ടെങ്കിലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് റിലീസായ കിങ്ഡം എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയ് ദേവരക്കൊണ്ടയുടെ സിനിമ ഏതാണെന്നും ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ച അച്ഛന്റെ സ്വപ്ന സാക്ഷാത്കാരം നിറവേറ്റിയ ഒരു മകൻ കൂടിയാണ് ഇതേ വിജയ് ദേവരക്കൊണ്ട. അതായത് വിജയ് ദേവരക്കൊണ്ടയുടെ അച്ഛന്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഒരു സിനിമാ നടനാണെന്ന്. എന്നാൽ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കാൻ പറ്റാതെ പോയത് അദ്ദേഹത്തിന്റെ മകനിലൂടെ നേടിയെടുത്തു. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ സിനിമയോടുള്ള ആഗ്രഹം കാണാൻ ഒരുപാട് ഓഡീഷനുകൾക്ക് വിജയ് ദേവരക്കൊണ്ട പോയിരുന്നു. പലയിടത്തു നിന്നും റിജക്റ്റ് ആക്കി അദ്ദേഹം കാശിന് വേണ്ടി നാടകത്തിൽ പോലും അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആദ്യ സിനിമയിലേക്കുള്ള വിജയ് ദേവരക്കൊണ്ടയ്ക്ക് അവസരം ലഭിച്ചത്. 2011 റിലീസായ നുവ്വില എന്നൊരു സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രമായിട്ടായിരുന്നു ആദ്യമായി വിജയ് ദേവരക്കൊണ്ട സിനിമാ ഫീൽഡിലേക്ക് എത്തിയത്. വിഷ്ണു ആനന്ദ് വിഷ്ണു. ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് വലിയ റീച്ച് ഒന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും വിജയ് ദേവരക്കൊണ്ടയുടെ ആദ്യ സിനിമ എന്ന പേരിലാണ് ആ സിനിമ ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നത്. എന്നാൽ അതിനു മുന്നേ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ ആ സിനിമ റിലീസായത് ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു. 2012 റിലീസായ നവീൻ പോളിഷെട്ടി, ശ്രേയസ് പോലെയുള്ള ഒരു വലിയ താരനിര വന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലായിരുന്നു അദ്ദേഹം ആദ്യം അഭിനയിച്ചത്. എന്നാൽ ആ സിനിമ റിലീസാവാൻ ഇത്രയും കാലാവസ്ഥ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യമായി റിലീസായ സിനിമ നുവ്വില എന്ന സിനിമയായിരുന്നു. 2013 വിജയ് ദേവരക്കൊണ്ടയെ നായകനാക്കി ഒരു സിനിമ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയിരുന്നു. യേമന്ത്ര വേസാവേ എന്ന സിനിമ. എന്നാൽ അന്ന് റിലീസായില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 2018 ടൈമിലാണ് ആ സിനിമ റിലീസായത്. അതായത് അദ്ദേഹത്തിന്റെ അർജുൻ റെഡ്ഡി പോലുള്ള സിനിമകളൊക്കെ വൻ വിജയമായി ആ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത്. എന്നാൽ പോലും 2013 അദ്ദേഹം ഹീറോ ആയ ഒരു സിനിമ ചെയ്തിട്ട് അദ്ദേഹത്തിന് അത് റിലീസാക്കാൻ പറ്റാതെ പോയത് കരിയറിലെ വലിയൊരു ബ്ലാക്ക് മാർക്കായി ഇന്നും അവശേഷിക്കും. ഇദ്ദേഹത്തിന് ആദ്യമായി ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയ സിനിമ 2015 നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത, അതായത് നമ്മുടെ കൽക്കിയുടെയൊക്കെ സംവിധാനം ചെയ്ത ഒരു സിനിമയിലൂടെയായിരുന്നു. എവിടെ സുബ്രഹ്മണ്യം എന്ന ആ സിനിമയിൽ നായകൻ നാനി ആയിരുന്നുവെങ്കിലും സിനിമയിൽ ഒരു സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ ആയിരുന്നു ഈ സിനിമയിൽ വിജയ് ദേവരക്കൊണ്ടയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വിജയ് ദേവരക്കൊണ്ടയെ ഓഡിയൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മികച്ച റോൾ ഈ സിനിമയിലൂടെ കിട്ടി. അങ്ങനെ വിജയ് ദേവരക്കൊണ്ട എന്നൊരു ആക്ടറും എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങി. ഈ സിനിമയിലൂടെ ഫെമിലിയർ ആയ വിജയ് ദേവരക്കൊണ്ടയ്ക്ക് ആദ്യമായി ലീഡ് ഹീറോ ആയ ഒരു സിനിമ റിലീസായത് 2016 റിലീസായ പേലി ചുപ്ലു എന്ന സിനിമയായിരുന്നു. ഏകദേശം 60 ലക്ഷത്തിനടുത്ത് ബഡ്ജറ്റ് വന്ന ഈ സിനിമയ്ക്ക് ഏകദേശം 1.5 കോടി അടുത്ത് കളക്ഷൻ ലഭിച്ച് ആ സിനിമ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആക്കി തീർക്കാൻ സാധിച്ചു. ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറഞ്ഞ് ഈ സിനിമ പല ഭാഷകളിലേക്ക് പിന്നീട് റീമേക്ക് പോയി. ഇവയിലെ ഒരു റീമേക്ക് ആയിരുന്നു മലയാളത്തിൽ ജിസ്റ്റോയ് സംവിധാനം ചെയ്ത വിജയ് സൂപ്പറും പൗർണമിയും എന്ന ആസിഫ് അലി സിനിമ. അതായത് ആ ആസിഫ് അലിയുടെ സിനിമ ഈ ഒരു പേലി ചുപ്ലു എന്ന സിനിമയുടെ ഒരു മലയാളം റീമേക്ക് ആണ്. പിന്നീട് 2017 2 സിനിമകളാണ് റിലീസായത്. ഇവയിലെ ആദ്യ സിനിമ ദ്വാരക എന്ന സിനിമയായിരുന്നു. ഈ സിനിമ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മലയാളത്തിൽ മിസ്റ്റർ അർജുൻ എന്ന പേരിലൊക്കെ ഡബ്ഡ് ആയിട്ട് വന്നിരുന്നെങ്കിലും ഈ സിനിമ അന്ന് അത്ര വലിയ ഓളമൊന്നും ഉണ്ടാക്കിയില്ല. എന്നിരുന്നാൽ പോലും വിജയ് ദേവരക്കൊണ്ട ഹീറോ ആയി തുടങ്ങിയ കാലഘട്ടത്തിൽ വന്നൊരു സിനിമയായിരുന്നു ഈ സിനിമ. ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര സക്സസ് ആയ സിനിമയായിരുന്നില്ല. പിന്നീടാണ്, അതായത് 2017 തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു അർജുൻ റെഡ്ഡി. ശരിക്കും പറഞ്ഞാൽ വിജയ് ദേവരക്കൊണ്ട ഒരു അപ്കമിങ് സ്റ്റാർ ആയി നിൽക്കുന്ന സമയത്ത് വൻ ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഇതേ അർജുൻ റെഡ്ഡി എന്ന സിനിമ. സന്ദീപ് റെഡ്ഡി ബാങ്ക സംവിധാനം ചെയ്ത് ഒരു മാസ് ക്യാരക്ടറായി ഇതേ വിജയ് ദേവരക്കൊണ്ടയെ പ്രസന്റ് ചെയ്ത സിനിമയായിരുന്നു ഇതേ അർജുൻ റെഡ്ഡി എന്ന സിനിമ. ഈ സിനിമയുടെ റിലീസ് സംബന്ധിച്ച പ്രൊമോഷൻ ടൈമിൽ വിജയ് ദേവരക്കൊണ്ട പബ്ലിക്കായിട്ട് പറഞ്ഞിരുന്നു ഈ സിനിമ ഉറപ്പായിട്ട് ഹിറ്റാവും. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ പുള്ളി നടത്തിയിരുന്നു. ഈ വെല്ലുവിളികൾ കാരണം പുള്ളിക്കാരന് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ കരിയറിൽ ഉണ്ടായി എന്നത് വേറൊരു സത്യം.
അതായത് വിജയ് ദേവരകൊണ്ട ആ സമയത്ത് ഒരു വലിയ ഹീറോ അല്ല. അതായത് ഇപ്പോഴത്തെ നമ്മുടെ പടക്കളം സിനിമയിലൊക്കെ ഹീറോയെ പോലെ ഒരു അപ്കമിങ് ഹീറോ ആയി നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരനെ മെയിൻ ലീഡാക്കി ഒരു മാസ് സിനിമ പിടിക്കുന്നു. ആ സമയത്ത് പുള്ളി പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാരണം പുള്ളിക്കാരൻ ഒരുപാട് ഹേറ്റേഴ്സ് ആ സമയത്തുണ്ടായി. പക്ഷെ സിനിമ വന്നപ്പോൾ സിനിമ വൻ വിജയമായി മാറി എന്നത് വേറൊരു സത്യം. എന്നാൽ പോലും ആ സമയത്തുള്ള പുള്ളിക്കാരന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കാണാൻ ഒരുപാട് ഹേറ്റേഴ്സ് പുള്ളിക്കാരനുണ്ടായി. ഏകദേശം 5 കോടി ബഡ്ജറ്റിൽ വന്ന ഈ സിനിമ അന്ന് 50 കോടിക്ക് വരെ കളക്ഷൻ ചെയ്തു. ഇത് മാത്രമല്ല ഈ സിനിമ പിന്നീട് ഹിന്ദിയിലേക്കും ഇതേ സന്ദീപ് റെഡ്ഡി വാങ്ങ റീമേക്ക് ചെയ്തപ്പോൾ അവിടേക്കും നായകനാക്കാൻ ഇതേ വിജയ് ദേവരകൊണ്ടയെ വിളിച്ചുവെങ്കിലും പുള്ളിക്കാരൻ അന്ന് തയ്യാറായില്ല. അതിന്റെ റീസൺ ആയിട്ട് പുള്ളി പറഞ്ഞത് ഒരിക്കൽ ചെയ്തു വെച്ച ക്യാരക്ടർ പിന്നെയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ്. പക്ഷേ വേറൊരു സംഭവമുണ്ട്. ഈ അർജുൻ റെഡ്ഡി എന്ന സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. അതും 2 പ്രാവശ്യം. ഈ 2 തവണ റീമേക്കിൽ നായകനായത് ഒരാളാണ്. അതായത് ധ്രുവ് വിക്രം. ധ്രുവ് വിക്രം നായകനായി ഈ സിനിമ 2 തവണയാണ് തമിഴ് റീമേക്ക് വന്നത്. 2019 ആദിത്യ വർമ്മ എന്നും 2020 വർമ്മ എന്നും പേര്. അത് 2 റീമേക്ക് ഈ അർജുൻ റെഡ്ഡി എന്ന സിനിമയ്ക്ക് തമിഴിലുണ്ടായി. പക്ഷെ എന്നിട്ട് പോലും ഇതേ വിജയ് ദേവരകൊണ്ട ആ സിനിമ ഹിന്ദി ചെയ്തില്ല. പിന്നീട് ഈ സിനിമ ഹിന്ദിയിൽ റീമേക്ക് ചെയ്ത അർജുനായിരുന്നു. എന്തായാലും ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് കേരളത്തിലടക്കം വലിയൊരു ഫാൻ ബേസ് ഇതേ വിജയ് ദേവരകൊണ്ട ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ട്രോളുകളിലൊക്കെ കാണുന്ന കലിപ്പൻ കാന്താരി സംഭവമൊക്കെ ഇതിന് തുടക്കം കുറിച്ചത് ഈ ഒരു സിനിമയിലൂടെ ആണെന്ന് കൂടി നമുക്ക് പറയാം. എന്തായാലും ഒരു കലിപ്പൻ റോൾ അല്ലെങ്കിൽ ഒരു ആംഗ്രി യങ് മാൻ ക്യാരക്ടറൊക്കെ വളരെ മികച്ചതായിട്ട് ഈ സിനിമയിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പുള്ളിക്കാരന്റെ പണ്ട് റിലീസ് ആകുന്ന സിനിമയൊക്കെ പിന്നീട് റിലീസ് ആയത് മറ്റൊരു ചരിത്രം. 2018 അതായത് തൊട്ടടുത്ത വർഷം പിന്നീട് അദ്ദേഹത്തിന് റിലീസായത് 6 സിനിമകളായിരുന്നു. ഇതിൽ ആദ്യ സിനിമയായിരുന്നു യേമന്ത്ര വേസാവെ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പുള്ളിക്കാരന്റെ 2013 അതായത് പുള്ളിക്കാരനെ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയ സിനിമ ഈ സിനിമയായിരുന്നു. പക്ഷെ ഈ സിനിമ ഈ അർജുൻ റെഡ്ഡി ഹിറ്റ് ആയതിന്റെ ഒരു ഓളത്തിൽ പിന്നീട് റിലീസായി. പക്ഷെ സിനിമ ബോക്സ് ഓഫീസിൽ ഒട്ടർ ഫ്ലോപ്പ് ആയിട്ടാണ് മാറിയത്. പിന്നീട് 2018 ഇതേ നാഗശ്വൻ, അതായത് വിജയ് ദേവരകൊണ്ടയ്ക്ക് ആദ്യമായിട്ട് നല്ലൊരു റോൾ കൊടുത്ത എവിടെ സുബ്രഹ്മണ്യം എന്ന സിനിമയുടെ സംവിധായകനായ നാഗശ്വൻ. ഇതേ നാഗശ്വനാണ് പിന്നെ കൽക്കിയൊക്കെ സംവിധാനം ചെയ്തെന്നുള്ള മറ്റൊരു കാര്യം. എന്തായാലും പുള്ളിക്കാരൻ തന്നെ സംവിധാനം ചെയ്ത മഹാനടി എന്ന സിനിമയിൽ കീർത്തിക്കും ദുൽഖറിനൊപ്പം ഒരു ഇമ്പോർട്ടന്റ് റോള് ഇതേ നാഗശ്വൻ കൊടുത്തിരുന്നു. അങ്ങനെ വിജയ് ദേവരകൊണ്ട ദുൽഖർ സൽമാൻ കോംബോയെ സ്ക്രീനിൽ കാണാനും നമുക്ക് ഭാഗ്യമുണ്ടായി. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ അത്ര നല്ലൊരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയെടുത്തത്. 2017 അതുവരെ ഉണ്ടായിരുന്ന വിജയ് ദേവരകൊണ്ടയുടെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ഗീതാ ഗോവിന്ദം. രശ്മിക വിജയ് ദേവരകൊണ്ട കോംബോയെ കേരളത്തിൽ ഉൾപ്പെടെ ഓൾ ഇന്ത്യ ലെവലിൽ വൻ ട്രെൻഡ് സെറ്റർ ആക്കി മാറ്റിയ ഒരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. ഈ സിനിമയിലെ ഗാനങ്ങളെല്ലാം തന്നെ അന്ന് വൻ വൈറലായിരുന്നു. ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് തന്നെ വിജയ് രശ്മിക കോംബോയെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നും കൂടി പറയാം. ഏകദേശം 5 കോടി ബഡ്ജറ്റിൽ പൂർത്തിയാക്കി ഈ സിനിമയ്ക്ക് 130 കോടിയിലധികമാണ് അന്ന് കളക്ഷൻ നേടിയെടുത്തത്. സൗത്തിന്റെ ഒന്നാകെ സെൻസേഷൻ ആക്കി മാറ്റിയ ഒരു കോംബോ കൂടിയായിരുന്നു അന്ന് വിജയ് രശ്മിക കോംബോ. പിന്നീട് 2018 തമിഴിൽ ഇതേ വിജയ് ദേവരകൊണ്ട ഒരു സിനിമയിൽ ഹീറോ ആയിട്ട് വന്നു. നോട്ട എന്ന പേര് വന്ന ഈ സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വിജയ് ദേവരകൊണ്ട വരുന്നു എന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷേ ഈ ഹൈപ്പിനൊപ്പിച്ച് ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ലായിരുന്നു എന്നതുകൊണ്ടും ഇതുകൂടാതെ എന്തോ വിജയ് ദേവരകൊണ്ടയെ തമിഴ് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തില്ല എന്നതൊക്കെ ആയിരിക്കാം ബോക്സ് ഓഫീസിൽ വലിയൊരു ഫ്ലോപ്പായിട്ടാണ് ഈ സിനിമ മാറിയത്. പിന്നീട് അതേ വർഷം തന്നെ നഗരീനിക്ക് നക്കേറ്റി എന്നൊരു സിനിമയിൽ ഇതേ വിജയ് ദേവരകൊണ്ട ഒരു ക്യാമിയോ റോൾ ചെയ്തായിരുന്നു. പിന്നീട് 2018 ഇതേ വിജയ് ദേവരകൊണ്ടയുടെ ഒരു വൻ ഹൈപ്പ് വന്ന സിനിമയായിരുന്നു ടാക്സി വാല എന്നുള്ള സിനിമ. ഈ സിനിമ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിന്റെ ഒക്കെ ഉള്ള ഒരു ഫാന്റസി കലർന്ന ഒരു ത്രില്ലർ സിനിമയായിരുന്നു. ഇതുകൂടാതെ കോമഡി എലമെന്റ്സ് ഒക്കെ ഒരുപാട് ആഡ് ചെയ്ത് ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല ഹൈപ്പിൽ വന്നു. ഇതുകൂടാതെ ബോക്സ് ഓഫീസിനും വലിയൊരു ഹിറ്റ് ആയിട്ടാണെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് വിജയ് ദേവരകൊണ്ടയുടെ ഒരു കോമഡി ഹീറോയൊക്കെ നല്ല രീതിയിൽ വർക്കായ ഒരു സിനിമയായിരുന്നു ഈ സിനിമ. 2019 ശരിക്കും പറഞ്ഞാൽ വിജയ് ദേവരകൊണ്ടയ്ക്ക് ആദ്യമായിട്ട് ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ഒരു പക്ക തിയേറ്റർ ചാറ്റിംഗ് ഒക്കെ ഉള്ള ഒരു നല്ല റിലീസ് വന്നത് ഈ സിനിമയായിരുന്നു ഡിയർ കോമ്രേഡ്. അതായത് ഗീതാ ഗോവിന്ദം എന്നൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഇതേ വിജയ് ദേവരകൊണ്ട രശ്മിക കോംബോയെ വീണ്ടും കാണിച്ച സിനിമയായിരുന്നു ഇതേ ഡിയർ കോമ്രേഡ്. ഈ സിനിമയ്ക്ക് കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പ് അന്ന് ഉണ്ടാക്കാൻ പറ്റും. സിനിമയ്ക്ക് നല്ല പ്രൊമോഷൻ ഇതുകൂടാതെ സോങ്സ് എല്ലാം വൻ ഹിറ്റായി.
പക്ഷേ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായില്ല. എന്നാൽ പോലും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ് ഇതേ ഡിയർ കോമ്രേഡ് എന്ന സിനിമ. തെലുങ്കിലെ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്ന മൈത്രി മൂവി മേക്കേഴ്സ് ആയിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസും ചെയ്തത്. പക്ഷേ ആ ഒരു ഓളമൊന്നും സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് സിനിമ ബോക്സ് ഓഫീസിൽ സക്സസ് ആയില്ല. പിന്നീട് 2019 വിജയ് ദേവരകൊണ്ട ആദ്യമായിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. മീക്കു മാത്രമേ ചെപ്ത എന്നൊരു സിനിമയായിരുന്നു പുള്ളിക്കാരൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ സക്സസ് ആയില്ല. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരൻ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ടായിരുന്നു. 2020 ഇതേപോലെ പുള്ളിയുടെ ഒരു വൻ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു വേൾഡ് ഫേമസ് ലവർ. സിനിമയിൽ പുള്ളിക്കാരന് 4 ഹീറോയിൻസ്, ഇതുകൂടാതെ പുള്ളി ഡബിൾ റോളിൽ വരുന്നു. അർജുൻ റെഡ്ഡിയിലെ പോലൊക്കെയുള്ള ഒരു മുടിയും താടിയൊക്കെ വളർത്തിയ ഒരു കിടു ലുക്ക്. ശിവരാത്രി ഗാതം. ഇതുകൂടാതെ വൻ പ്രൊമോഷൻ, സോങ്സ്, അങ്ങനെ ഒരു ഭീകര ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു വേൾഡ് ഫേമസ് ലവർ. പക്ഷേ സിനിമയ്ക്ക് യാതൊരു ഇമ്പാക്റ്റും ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. പടം അട്ടർ ഫ്ലോപ്പ് ആയി പോയി. പക്ഷേ ഈ സിനിമയിലെ ഐശ്വര്യ രാജേഷിന്റെ പെർഫോമൻസ് അന്ന് ഒരുപാട് പേര് കേട്ട ഒന്നായിരുന്നു. പിന്നീട് 2021 ജാതി രത്നാലു എന്നൊരു സിനിമയിലും ഇതേപോലെ വിജയ് ദേവരകൊണ്ട ക്യാമിയോ റോളിൽ വന്നായിരുന്നു. പിന്നീട് അതായത് 2022 വിജയ് ദേവരകൊണ്ടയുടെ കരിയർ ഹൈപ്പ് സിനിമ വന്നത്. അതായത് 2022 തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തന്നെ വൻ ഹൈപ്പിൽ വന്ന റിലീസ് സിനിമയായിരുന്നു ലൈഗർ എന്ന സിനിമ. ഈ ലൈഗർ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ പൂരി ജഗന്നാഥ് ആയിരുന്നു. പൂരി ജഗന്നാഥ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇവിടുത്തെ ഷാജി കൈലാസ് ജോഷി പോലെ അവിടുത്തെ ഒരു പേരിട്ട ഡയറക്ടറാണ്. പക്ഷെ പുള്ളിക്കാരൻ കുറെ കാലമായിട്ട് ചെയ്യുന്നത് ഫ്ലോപ്പ് സിനിമകളാണ്. അവിടെ ഇറങ്ങിയ ബിസിനസ് മാൻ, പോക്കിരി, ഇതുകൂടാതെ ഹീറോ, നേനിന്റെ, ഇതുപോലെ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ചെയ്ത് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു ഡയറക്ടറാണ് ഇതേ പൂരി ജഗന്നാഥ്. പുള്ളിക്കാരൻ അല്ലു അർജുനെ നായകനാക്കി ചെയ്യാൻ ഈ സിനിമയായിരുന്നു ഈ ലൈഗർ എന്നുള്ള സിനിമ. പക്ഷെ അല്ലു അർജുൻ ഈ സിനിമ റിജക്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ നേരെ ചെന്നത് ഇതേ വിജയ് ദേവരകൊണ്ടയുടെ അടുത്തായിരുന്നു. വിജയ് ദേവരകൊണ്ടയും പുള്ളിയുമായിട്ട് ആദ്യം ചെയ്യാൻ സിനിമയായിരുന്നു ഇസ്മാർട്ട് ശങ്കർ എന്നുള്ള സിനിമ. പക്ഷെ ആ സിനിമ പുള്ളി റിജക്ട് ചെയ്തതോടെ ആ സിനിമ റാംബോത്തിന് തന്നെ ചെയ്തു. അതവിടെ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറി. പക്ഷേ അതിനുശേഷം ഇവർ രണ്ടും ഒന്നിച്ച് വന്ന സിനിമയായിരുന്നു ലൈഗർ. ഈ സിനിമയിൽ ഏകദേശം 100-125 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ വന്നത്. ഇതുകൂടാതെ ഹോളിവുഡ് തന്നെ മൈക്ക് ടൈസൺ ഒക്കെ ഈ സിനിമയിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ചെയ്തു. ഒരു ബോക്സറിന്റെ കഥ പറയുന്ന സിനിമ. ഇതുകൂടാതെ വിജയ് ദേവരകൊണ്ടയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ, പുള്ളിക്കാരൻ ഒരുപാട് ബോക്സിംഗ് പരിശീലിക്കുന്നു, അങ്ങനെ ഒരു ഭീകര ഹൈപ്പ് സിനിമ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊക്കെ വന്ന് വൻ പ്രൊമോഷനാണ് വിജയ് ദേവരകൊണ്ട ഈ സിനിമയ്ക്ക് കൊടുത്തത്. പുള്ളിക്കാരൻ 100% എഫേർട്ട് ഇട്ടിട്ടും പക്ഷെ സിനിമയ്ക്ക് നല്ലൊരു സ്ട്രോങ് ആയി സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയി പോയി. ഫ്ലോപ്പ് അല്ല, ഒരു ഡിസാസ്റ്റർ ആയിട്ട് അങ്ങ് മാറിയത്. കാരണം 120 കോടി ബഡ്ജറ്റ് വന്നിട്ട് ഏകദേശം 60-70 കോടി മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൈക്ക് ടൈസന്റെ റോൾ വരെ വളരെ കോമഡി ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. മൈക്ക് ടൈസൺ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമയിൽ വന്ന് റോൾ ചെയ്യുന്നത്. അത് ഇതിലായിപ്പോയി. അങ്ങനെ ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന ആക്ഷൻ സിനിമകളും അല്ലെങ്കിൽ സീരിയസ് റോളുകളും എല്ലാം ഫ്ലോപ്പ് ആയിരുന്ന സമയത്ത് പുള്ളിക്കാരൻ പിന്നെ ട്രാക്ക് ഒന്ന് മാറിപ്പിടി. 2023 വിജയ് ദേവരകൊണ്ട സാമന്ത കോംബോയിൽ വന്ന സിനിമയാണ് ഖുഷി. ഈ സിനിമ ഒരു പക്ക ക്ലീൻ ആയ ഒരു റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയായിരുന്നു. സിനിമയിലെ സോങ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓളം ഉണ്ടാക്കി. ഈ സിനിമയിൽ ജയറാം ഒക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ചെറിയ രീതിയിൽ ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയി. പക്ഷെങ്കിൽ ഈ ഇതിലെ വിജയ് ദേവരകൊണ്ട സാമന്ത കോംബോ ഒക്കെ ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്നൊക്കെ അന്ന് നല്ല പ്രൊമോഷനിൽ വന്നു. പക്ഷെ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. സിനിമയുടെ സോങ്ങുകൾ മാത്രം അത്യാവശ്യം ഹിറ്റായി. അതിനുശേഷം പിന്നീട് പുള്ളി ചെയ്ത സിനിമ ഒരു ഫാമിലി സിനിമയായിരുന്നു. 2024 റിലീസായ ഫാമിലി സ്റ്റാർ എന്ന സിനിമ. ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്തതിന്റെ വലിയൊരു പങ്ക് മൃണാളിനുണ്ടായിരുന്നു. മൃണാള് ആ പറഞ്ഞ വാക്കൊക്കെ അന്ന് വലിയ ട്രോൾ മെറ്റീരിയലായി മാറി. പക്ഷെ ഈ സിനിമയിൽ ഹിറ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഫാൻസിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 2019 ശേഷം പുള്ളിക്കാരൻ എടുത്തു പറയാനായിട്ടൊരു നല്ലൊരു ഇമ്പാക്ട്ഫുൾ റോളേ ഇല്ല പുള്ളി ചെയ്തത്. ലൈഗറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ പുള്ളിക്ക് പേരെടുത്ത് പറയാവുന്ന ഒരു സംഭവം കിട്ടിയത് 2024 റിലീസായ കൽക്കി എന്ന സിനിമയായിരുന്നു. അതായത് നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി എന്ന സിനിമയിലെ പുള്ളി അർജുനായിട്ട് പുള്ളിയെ പ്രസന്റ് ചെയ്തത് വളരെ അടിപൊളിയായിരുന്നു. അല്ലാതെ പുള്ളിക്ക് പറയാനായിട്ട് യാതൊന്നും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ റിലീസായ കിങ്ഡം എന്ന സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ. ഇതേപോലെ 6 കരിയർ അനാലിസിസ് ആണ് ഇനി ചെയ്യേണ്ടതെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ.